Hello, welcome to Island IAS Ignite Foundation Newspaper Analysis. Myself Anushka Sheju. ഞാനാണ് നിങ്ങൾക്ക് ഈ ആഴ്ചത്തെ ന്യൂസ് പേപ്പർ അനാലിസിസ് സെഷൻസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീക്കുകളിലെ ന്യൂസ് പേപ്പർ അനാലിസിസ് പോലെ തന്നെ എല്ലാ ദിവസത്തെയും ദ ഹിന്ദു അതുപോലെ തന്നെ ഇന്ത്യൻ എക്സ്പ്രസ് ഈ രണ്ട് ന്യൂസ് പേപ്പറിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യു പി എസ് സി പെർസ്പെക്റ്റീവിലുള്ള ന്യൂസുകൾ നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ന്യൂസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഇന്ത്യ അതുപോലെ തന്നെ ഇന്ത്യയുടെ ലാംഗ്വേജ് പോളിസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സ്പീഷീസ് കൺസർവേഷൻ, സ്പീഷീസ് ഇൻ ന്യൂസ് UPSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ കൂടുതൽ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് സ്പീഷീസ്. അപ്പോൾ അതിനകത്ത് നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതായത് ഏഷ്യാറ്റിക് ലൈൻ കൺസർവേഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഇന്ത്യയുടെ കണക്ടിവിറ്റി പ്ലാൻ ആണ് IMEC, അതിനെക്കുറിച്ച് നമ്മൾ ഇന്ന് ന്യൂസ് നോക്കാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാറ്റ് പോപ്പുലേഷൻ, ഫിഷിംഗ് ക്യാറ്റ് പോപ്പുലേഷൻ്റെ കുറിച്ചൊരു ന്യൂസ് വന്നിട്ടുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജമ്മു ആൻഡ് കാശ്മീരിലെ നോമിനേറ്റഡ് MLAസിനെ കുറിച്ചുള്ളൊരു ന്യൂസ് ഉണ്ട്, അത് നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ന്യൂ റൂൾസ് ഓൺ കെമിക്കലി കണ്ടാമിനേറ്റഡ് സൈറ്റ്സിനെ കുറിച്ചൊരു ന്യൂസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ്റെ ട്രാൻസ്പാരൻസിനെ കുറിച്ച് ഒരു ഒപ്പീനിയൻ വരുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ന്യൂസിൽ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എന്തൊക്കെയാണ് ഇന്നത്തെ ആർട്ടിക്കിൾസ് എന്ന് നോക്കാം. ഫസ്റ്റ് ആർട്ടിക്കിൾ നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് ലാംഗ്വേജ് പോളിസിനെ കുറിച്ചാണ്. അതായത് ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ പോളിസി 1986 ന്യൂ എഡ്യൂക്കേഷൻ പോളിസീനെ ചേഞ്ച് ചെയ്തുകൊണ്ട് ഒരു പുതിയ എഡ്യൂക്കേഷൻ പോളിസി നമ്മൾ കൊണ്ടുവന്നു. അതായത് 2020 നമ്മളൊരു ന്യൂ എഡ്യൂക്കേഷൻ പോളിസി കൊണ്ടുവന്നു. ഈ ഒരു എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത് നമ്മുടെ 21st സെഞ്ച്വറിക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ ചേഞ്ച് ചെയ്യുക എന്നായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിട്ട് കുറേയധികം ചേഞ്ചസ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കൊണ്ടുവന്നു. മെയിൻലി ഇൻ ഹയർ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, ഇതിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ചേഞ്ചസ് കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഇത് മെയിൻലി ഒരു 5 പില്ലേഴ്സിനെ വെച്ചിട്ടാണ് നമ്മുടെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഫൗണ്ടേഷൻ കൊടുത്തിരിക്കുന്നത്. ആ ഒരു 5 പില്ലേഴ്സ് എന്ന് പറയുന്നത് ആക്സസ്, ഇക്വിറ്റി, ക്വാളിറ്റി, അഫോർഡബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി. ഈ 5 പില്ലേഴ്സിനെ ഊന്നിക്കൊണ്ടാണ് നമ്മുടെ എഡ്യൂക്കേഷൻ പോളിസി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എഡ്യൂക്കേഷൻ പോളിസി ഡെവലപ്പ് ചെയ്തത് 2020 ഇപ്പോൾ 2025, അതായത് 5th ഇയർ ആണ് എഡ്യൂക്കേഷൻ പോളിസി ഡെവലപ്പ് ചെയ്തതിൻ്റെ 5th ഇയർ ആണ്. ദെൻ ഈ ഒരു എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത് 2030 നമ്മുടെ അജണ്ട ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു അജണ്ടയായിട്ട് അലൈൻ ചെയ്തിരിക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ എഡ്യൂക്കേഷൻ പോളിസി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു പുതിയൊരു പോളിസിയാണ്, അല്ലെങ്കിൽ പുതിയൊരു ഇനിഷ്യേറ്റീവാണ് 3 ലാംഗ്വേജ് പോളിസി എന്ന് പറയുന്നത്. എന്താണ് ഈ 3 ലാംഗ്വേജ് പോളിസി? 3 ലാംഗ്വേജ് പോളിസി അതായത് വേറെ ഒന്നുമില്ല, ഒരു 3 ലാംഗ്വേജ് ഒരു കുട്ടി, സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി 3 ലാംഗ്വേജ് പഠിക്കണം, നിർബന്ധമായിട്ടും പഠിക്കണം എന്നുള്ള ഒരു പോളിസിയാണ് 3 ലാംഗ്വേജ് പോളിസി എന്ന് പറയുന്നത്. അതിനകത്ത് മെയിൻലി പറയുന്നത് 1 ഇന്ത്യൻ ലാംഗ്വേജ് കമ്പൽസറി ആയിട്ട് പഠിക്കണം, അതായത് ഹിന്ദി 1 ഇന്ത്യൻ ലാംഗ്വേജ് പഠിക്കണം. അതുപോലെ തന്നെ അവിടുത്തെ റീജിയണൽ ലാംഗ്വേജ്, അവിടുത്തെ റീജിയൻ ആയിട്ടുള്ള ലാംഗ്വേജ് എന്ന് പറയുന്നത് തമിഴോ മലയാളമോ, ഇപ്പോൾ മലയാളിയാണെന്ന് കേരളത്തിലാണെന്നുണ്ടെങ്കിൽ മലയാളം പഠിക്കണം, തമിഴ്നാട്ടിലാണെങ്കിൽ തമിഴ് പഠിക്കണം, അങ്ങനെ ഒരു റീജിയണൽ ലാംഗ്വേജ് പഠിക്കണം. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ്, യൂണിവേഴ്സൽ ലാംഗ്വേജ് എന്നറിയപ്പെടുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജും നമ്മൾ പഠിക്കണം. അങ്ങനെ 3 ലാംഗ്വേജസ് പഠിക്കണം എന്നുള്ള ഒരു ചേഞ്ചാണ് നമ്മുടെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ കൊണ്ടുവന്നത്. അപ്പോൾ ഈ 3 ലാംഗ്വേജ് ഫോർമുല എന്ന് പറയുന്നത് വളരെയധികം കോൺട്രവേഴ്സീസ് കൊണ്ടുവന്നിട്ടുള്ളൊരു മാറ്റമാണ്. അപ്പോൾ അത് റിലേറ്റഡ് തന്നെയായിട്ടുള്ളൊരു എഡിറ്റോറിയലാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഈ 3 ലാംഗ്വേജ് പോളിസി എന്ന് പറയുന്നത് കൊണ്ടുവന്ന സമയത്ത് പല സ്റ്റേറ്റുകളും, അതായത് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളെല്ലാം ഇതിനെ എതിർക്കായിരുന്നു. കാരണം സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റിൽ ഹിന്ദി ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. അപ്പോൾ ഹിന്ദി പോലുള്ളൊരു നാഷണൽ ലാംഗ്വേജ് അവിടെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് അത് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഈ ഹിന്ദീനെ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് എന്നുള്ളൊരു തോട്ടും ആളുകളിലേക്ക് വന്നു. അങ്ങനെയാണ് നമ്മുടെ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് ഇതിനെ
ഒപ്പോസ് ചെയ്യാനായിട്ട് തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ട് തമിഴ്നാട്, നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്, അത് തമിഴ്നാട് പണ്ട് തൊട്ടേ മറ്റ് ലാംഗ്വേജസിനോട് താല്പര്യമില്ല. അവർ മെയിൻലി അവരുടെ തമിഴ് എന്ന് പറയുന്ന ലാംഗ്വേജിന് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ആളുകളാണ്. അപ്പം അവർ ഈ പറയുന്ന 3 ലാംഗ്വേജ് പോളിസീനെ എതിർത്തു. അതിൻ്റെ ഭാഗമായിട്ട് അവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പോളിസി, തമിഴ്നാട് സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പോളിസി അവർ കൊണ്ടുവന്നു. ആ ഒരു എഡ്യൂക്കേഷൻ പോളിസിയിൽ അവർ പറഞ്ഞു അവർ ഫോളോ ചെയ്യാനായിട്ട് പോകുന്നത് 2 ലാംഗ്വേജ് പോളിസിയാണ്. അതായത് തമിഴ്നാടിൻ്റെ നേറ്റീവ് ലാംഗ്വേജ് ആയിട്ടുള്ള തമിഴ് അവർ കുട്ടികളെ പഠിപ്പിക്കും, അതുപോലെ തന്നെ ഇംഗ്ലീഷും പഠിപ്പിക്കും. അങ്ങനെയുള്ള 2 ലാംഗ്വേജ് പോളിസിയാണ് അവർ ഫോളോ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതേ സിസ്റ്റം തന്നെയാണ് നമ്മുടെ കർണാടകയും ഫോളോ ചെയ്യാനായിട്ട് പോകുന്നത്. ബട്ട് കർണാടകയുടെ കേസ് പറയുമ്പോൾ ഉണ്ടല്ലോ, അവർ മുൻപ് ഈ പറയുന്ന 3 ലാംഗ്വേജ് പോളിസി എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്ന ആളുകളായിരുന്നു. അവർ മുമ്പ് 3 ലാംഗ്വേജ് പോളിസി ഓക്കെ പറഞ്ഞ് അത് കൊണ്ടുവന്ന ആളുകളായിരുന്നു. പക്ഷെ ഇപ്പോൾ അവർ 2 ലാംഗ്വേജ് പോളിസിയിലേക്ക് മാറാനായിട്ട് പോകുന്നുണ്ട് എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ദെൻ അവർ കർണാടക കൊണ്ടുവന്നിട്ടുള്ള മെയിൻ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ചൈൽഡിൻ്റെ മദർ ടങ്, അതായത് അവരുടെ മാതൃഭാഷ കന്നഡ എന്ന് പറയുന്നത് 5ാം ക്ലാസ് വരേക്കും അല്ലെങ്കിൽ 12ാം ക്ലാസ് വരേക്കും അവർ പഠിക്കണം എന്നുള്ള മാറ്റമാണ് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു കമ്പൽസറി ലാംഗ്വേജ് ആയിരിക്കും. ഈ ഹിന്ദി കമ്പൽസറി ലാംഗ്വേജ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊവിഷൻ അവരവിടെ നിന്ന് എടുത്തു മാറ്റി. ദെൻ വേറൊരു മാറ്റം കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറയുന്നത് NCERT ബുക്കുകളിനേക്കാൾ ഉപരി അവർ കന്നഡ ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള, കന്നഡ ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കന്നഡയുടെ മൂല്യങ്ങൾ കൂടുതലുള്ള പുസ്തകങ്ങൾ ഫോളോ ചെയ്യാനായിട്ടാണ് അവർ ഈ ഒരു സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പോളിസി മുഖാന്തരം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. ദെൻ അപ്പോൾ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. ഈ ഒരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റ് ആൻഡ് എക്കോളജി, അതുപോലെ തന്നെ എൻവയോൺമെൻറ്റ് കൺസർവേഷൻ എന്ന ഒരു ടോപ്പിക്കിലെ ആർട്ടിക്കിളാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ്. കാരണം UPSC റിലേറ്റഡ് എപ്പോഴും PYQs കാണാവുന്ന ഒരു ഏരിയ ആണ് സ്പീഷീസ് ഇൻ ന്യൂസ് എന്ന് പറയുന്നത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പീഷീസിനെ തന്നിട്ട് അത് ഏത് ഏരിയയിലുള്ളതാണ്, അല്ലെങ്കിൽ അത് ഏത് നാഷണൽ പാർക്കിലാണ്, അത് ഇന്ത്യയിലുള്ളതാണോ, അത് നമുക്ക് നാച്ചുറലി ഫൗണ്ട് ഇൻ ഇന്ത്യ ആണോ, അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ UPSCയിൽ പ്രിലിംസിൽ ചോദ്യങ്ങൾ ചോദിക്കാവുന്ന ഒരു ഏരിയയാണ് നമ്മുടെ ഈ ഒരു സ്പീഷീസ്. നോക്കാം ഏതൊരു സ്പീഷീസിനെ കുറിച്ചാണ് പറയുന്നതെന്നും. ഇവിടെ പറയുന്നത് ഏഷ്യാറ്റിക് ലയണിനെ കുറിച്ചാണ്. അതായത് August 10 ഇന്നലെ വേൾഡ് ലയൺ ഡേ ആയിരുന്നു. അപ്പോൾ അതുമായി റിലേറ്റഡ് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. നമ്മുടെ ഭദ്ര വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഗുജറാത്തിലെ ഭദ്ര വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ ഇതുമായി റിലേറ്റഡ് ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് നമ്മുടെ എൻവയോൺമെൻറ്റ് മിനിസ്റ്റർ സംസാരിച്ച കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ന്യൂസ് ആർട്ടിക്കിളിൽ പറയുന്നത്. അവിടെ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഷ്യാറ്റിക് ലയൺ പോപ്പുലേഷൻ ഉണ്ടല്ലോ അത് കൂടുന്നുണ്ട്. അതായത് ഒരു 4 decades മുമ്പുള്ള ഒരു ഏഷ്യാറ്റിക് ലയൺ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 674 ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് 891 ആയിട്ടുള്ള പോപ്പുലേഷനായിട്ട് ഉയർന്നിട്ടുണ്ട്. അതിന് കാരണം എന്താ? ഇന്ത്യയുടെ കൺസർവേഷൻ മെത്തേഡുകളാണ്. ഈ പറയുന്ന ഇന്ത്യയുടെ കൺസർവേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ലോകത്തിന് തന്നെ നല്ലൊരു എക്സാമ്പിൾ ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. ദെൻ കഴിഞ്ഞ വർഷം ഇന്ത്യ കൊണ്ടുവന്നിട്ടുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഗ്ലോബൽ ലെവൽ മീറ്റിംഗ് ആയിരുന്നു ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് എന്ന് പറയുന്നത്. ആ ഒരു ഇതും ഇന്ത്യയുടെ നേതൃത്വത്തിൽ തുടങ്ങിയിട്ടുള്ളതാണ്. അതായത് നമ്മുടെ ബിഗ് കാറ്റ്സിലായിട്ടുള്ള ലയൺ, ടൈഗർ, ലെപ്പാർഡ്, ചീറ്റ, പ്യൂമ, ജാഗോർ, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു 7 സ്പീഷീസ് കാറ്റ് സ്പീഷീസിൻ്റെ കൺസർവേഷന് വേണ്ടിയിട്ട് ഇന്ത്യയുടെ നേതൃത്വത്തിൽ കൊണ്ടുവന്നിട്ടുള്ളൊരു കൺവെൻഷനാണ് ബിഗ് കാറ്റ് അലയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഈ ഒരു ആർട്ടിക്കിളിൽ കൂടുതൽ പറയുന്നുണ്ട്. ദെൻ ഇതിനകത്ത് നോക്കേണ്ട മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ഏഷ്യാറ്റിക് ലയൺസ് എന്ന് പറയുന്നത് എന്താണ്? ഓൺലി ഫൗണ്ട് ഇൻ ഇന്ത്യ ആണ്. ഇന്ത്യയിൽ മാത്രം കാണപ്പെടുന്ന ഒരു ലയൺ സ്പീഷീസ് ആണ് ഏഷ്യാറ്റിക് ലയൺ സ്പീഷീസ് എന്ന് പറയുന്നത്. അതെന്താ ഇന്ത്യയിൽ മാത്രമായിട്ട് കാണുന്നത്? അപ്പം അതിന് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവും. അതായത് അതിൻ്റെ ഫിസിക്കലി അതുപോലെ തന്നെ കുറച്ച് മാറ്റങ്ങളും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ ഏഷ്യാറ്റിക് ലയൺ എന്ന് പറയുന്നത്
IUCN-ന്റെ എൻഡേഞ്ചേർഡ് കാറ്റഗറിയിൽ വരുന്ന സ്പീഷീസ് ആണ് നമ്മുടെ ഏഷ്യാറ്റിക് ലയൺ. അതുപോലെ തന്നെ സൈറ്റ്സിൻ്റെ അപ്പൻഡിക്സ് 1, അതുപോലെ തന്നെ ഇന്ത്യൻ വൈൽഡ് ലൈഫ് ആക്ട് 1972-ന്റെ ഷെഡ്യൂൾ 1 പ്രകാരം നമ്മൾ കൺസർവ് ചെയ്യുന്ന സ്പീഷീസ് ആണ് ഏഷ്യാറ്റിക് ലയൺ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ആഫ്രിക്കൻ ലയൺസിനെ വെച്ച് നോക്കുമ്പോൾ ഏഷ്യാറ്റിക് ലയൺസിൻ്റെ സൈസ് എന്ന് പറയുന്നത് കുറച്ച് ചെറുതാണ്, സ്മോളർ ആയിട്ടുള്ളതാണ്. ആഫ്രിക്കൻ ലയൺസിനെ വെച്ച് നോക്കുമ്പോൾ ഏഷ്യാറ്റിക് ലയൺസ് എന്ന് പറയുന്നത് എന്താണ്, വളരെ ചെറുതാണ്. അതുപോലെ തന്നെ അതിൻ്റെ സ്കിന്നിന് വ്യത്യാസമുണ്ട്, ഫറിൽ വ്യത്യാസമുണ്ട്, അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട്. ദെൻ ഇതിൻ്റെ മെയിൻ ത്രെഡ്സ് എന്ന് പറയുന്നത് ഹ്യൂമൻ അനിമൽ കോൺഫ്ലിക്റ്റ്, പോച്ചിങ്, അതുപോലെ തന്നെ ജനറ്റിക് ഇൻ്റർബ്രീഡിങ്, അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസീസസ് ഒക്കെയാണ് ഇതിൻ്റെ ത്രെഡ്സ് എന്ന് പറയുന്നത്. ദെൻ നമുക്ക് ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലയൺസ് ഉണ്ടല്ലോ, ലയൺസിനെ കുറിച്ച് പറയുമ്പോൾ ലയൺസ് എപ്പോഴും ജീവിക്കുന്നത് ഒരു ഗ്രൂപ്പായിട്ടാണ്. ഈ ലയൺസിൻ്റെ ഗ്രൂപ്പിനെ നമ്മൾ പ്രൈഡ്സ് എന്നാണ് പറയുന്നത്. ലയൺസിൻ്റെ ഗ്രൂപ്പിന് നമ്മൾ പറയുന്നത് എന്താണ്, പ്രൈഡ്സ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു മെയിൽ ആയിട്ടുള്ള ലയണിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഒരു 500 പൗണ്ട് വരെ പോകുന്നതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു 8 മീറ്റർ ലെങ്ത്തോളം, 8 ഫീറ്റ് ലെങ്ത്തോളം ഇതിന് ഹൈറ്റും വരാനായിട്ടുണ്ട്. നമ്മളിതിനെ കിങ് ഓഫ് ജംഗിൾ എന്നാണ് പറയുന്നത്. അതായത് കാട്ടിലെ രാജാവ് എന്നാണല്ലോ നമ്മൾ സിംഹത്തിനെ പറയുന്നത്. പക്ഷെ സിംഹം താമസിക്കുന്നുണ്ടല്ലോ കാട്ടിലല്ല. അവർ മെയിൻലി ഗ്രാസ് ലാൻഡുകളിലും അതുപോലെ തന്നെ പ്ലെയിനിലൊക്കെ ജീവിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നമ്മുടെ ലയൺസ് എന്ന് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ ലയണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവരുടെ ആ ഒരു ഗർജനം ഉണ്ടല്ലോ, റോറിങ് എന്ന് പറയുന്നത് ഒരു 5 മൈൽസ് അപ്പാർട്ട് വരെ നിന്നാൽ പോലും നമുക്ക് കേൾക്കാനായിട്ട് പറ്റുന്നതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇവരെപ്പോഴും അവരുടെ ആ ഒരു ടെറിട്ടറി ഉണ്ടല്ലോ, ആ ഒരു ടെറിട്ടറിയിൽ പെട്രോളിംഗ് നടത്തുന്ന ഒരു സ്പീഷീസ് ആണ് ലയൺ എന്ന് പറയുന്നത്. ഇതൊക്കെ തന്നെയാണ് നമുക്ക് ലയണിനെ കുറിച്ച് നോക്കാനായിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത്. ദെൻ നമ്മൾ ഈ പറയുന്ന ബിഗ് കാറ്റ്സ് ആയിട്ടുള്ള ലയൺ, ടൈഗർ, ഇതിൻ്റെയൊക്കെ കൺസർവേഷന് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാമാണ് ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ്, അതുപോലെ തന്നെ പ്രൊജക്റ്റ് ടൈഗർ, പ്രൊജക്റ്റ് സ്നോ ലെപ്പേർഡ്, പ്രൊജക്റ്റ് ലയൺ തുടങ്ങിയ പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു സ്പീഷീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അപ്പോൾ സ്പീഷീസിനെ കുറിച്ച് ഈ പറയുന്ന ഏഷ്യാറ്റിക് ലയണിനെ കുറിച്ച് 2019 ഒരു PYQ ഉണ്ടായിരുന്നു. അതായത് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്, ഏഷ്യാറ്റിക് ലയൺ ഈസ് നാച്ചുറലി ഫൗണ്ട് ഇൻ ഇന്ത്യ ഓൺലി, ഡബിൾ ഹംപ്ഡ് ക്യാമൽ ഈസ് നാച്ചുറലി ഫൗണ്ട് ഇൻ ഇന്ത്യ ഓൺലി, വൺ ഹോൺഡ് റൈനോസ് ഈസ് നാച്ചുറലി ഫൗണ്ട് ഇൻ ഇന്ത്യ ഓൺലി. ഈ 3 സ്റ്റേറ്റ്മെന്റ്സാണ് കൊടുത്തിരിക്കുന്നത്. ഈ പറഞ്ഞ ന്യൂസ് ആർട്ടിക്കിളിൽ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, എന്താ, ഏഷ്യാറ്റിക് ലയൺസ് ഈസ് നാച്ചുറലി ഫൗണ്ട് ഇൻ ഇന്ത്യ ഓൺലി. ഇന്ത്യയിലെ ഗിർ നാഷണൽ പാർക്കിൽ മാത്രമാണ് നമ്മുടെ ഏഷ്യാറ്റിക് ലയൺസിനെ കാണപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്, ശരിയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഡബിൾ ഹംപ്ഡ് ക്യാമൽസ്, അതെന്താണ്, നാച്ചുറലി ഫൗണ്ട് ഇൻ ഇന്ത്യ ഓൺലി. നമുക്കത് ഉറപ്പിച്ച് പറയാനായിട്ടൊന്നും പറ്റില്ല, ഓൺലി സ്റ്റേറ്റ്മെന്റാ. ദെൻ വൺ ഹോൺഡ് റൈനോസ് ഇസ് നാച്ചുറലി ഫൗണ്ട് ഇൻ ഇന്ത്യ ഓൺലി. ഇന്ത്യയിൽ മാത്രമല്ല പല സ്ഥലങ്ങളിലും, ഇന്ത്യയോട് അടുത്ത് കിടക്കുന്ന ബംഗ്ലാദേശിലൊക്കെ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ ഇതിനകത്ത് വരുന്നത് A, വൺ ഓൺലി ആണ്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ പറയുന്ന സ്പീഷീസ് ഇൻ ഏരിയ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ കണക്ടിവിറ്റി പ്ലാനിനെ കുറിച്ച് ന്യൂസ് വന്നിട്ടുണ്ട്. അതായത് IMEC, ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കണക്ട് കോറിഡോർ എന്നാണ് IMEC എന്ന് പറയുന്നത്. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ ആണ് നമ്മൾ IMEC എന്ന് പറയുന്നത്. ഇത് ഇന്ത്യയുടെ ഒരു സ്ട്രാറ്റജിക് കണക്ടിവിറ്റി, ഇന്ത്യയിലെ നമ്മുടെ കണക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. അതായത് നമ്മുടെ ചൈന ഉണ്ടല്ലോ, ചൈന കൊണ്ടുവന്നൊരു ഇനീഷ്യേറ്റീവാണ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത്. ഇതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് ഇന്ത്യ, അതുപോലെ തന്നെ ഗൾഫ് കൺട്രീസ് ടു യൂറോപ്യൻ കൺട്രീസ്, ഇങ്ങനെ ഈ 3 കൺട്രീസ് തമ്മിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ട്രാൻസ് ബൗണ്ടറി മൂവ്മെന്റിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു കോറിഡോറാണ് IMEC എന്ന് പറയുന്നത്. ഇത് നമ്മുടെ 2023 ഇന്ത്യയിൽ ഡൽഹിയിൽ വെച്ച് നടന്ന G20 സബ്മിറ്റിലാണ് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ മുൻപോട്ട് വെക്കുന്നത്. ഇതിനകത്ത് മെയിൻ സിഗ്നറ്ററീസ് എന്ന് പറയുന്നത് ഇന്ത്യ, US, സൗദി അറേബ്യ, അതുപോലെ തന്നെ UAE, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ. ഈ കൺട്രീസ് ആണ് ഇതിൻ്റെ സിഗ്നേറ്ററീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ കോറിഡോറിനെ 2ആയിട്ട്
തിരിച്ചിട്ടുണ്ട്. അതായത് ഈസ്റ്റേൺ കോറിഡോർ, അതുപോലെ തന്നെ നോർത്തേൺ കോറിഡോർ. ഈ ഒരു പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, അതായത് ഇന്ത്യ ടു യു എ ഇ ഇവിടെയുള്ള ഈ ഒരു ഏരിയനെയാണ് നമ്മൾ ഈസ്റ്റേൺ കോറിഡോർ എന്ന് പറയുന്നത്. ദെൻ അവിടെ നിന്ന് UAE ടു യൂറോപ്യൻ യൂണിയൻ ഈ വരെയുള്ള ഒരു ഏരിയനെയാണ് നമ്മൾ നോർത്തേൺ കോറിഡോർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കോറിഡോർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആർട്ടിക്കിളാണ് പറയുന്നത്. അതായത് ഹൗ ഗാസ വാർ ഡിലൈഡ് IMEC ഇന്ത്യസ് കീ കണക്ടിവിറ്റി പ്ലാൻ. അതായത് ഇസ്രായേൽ ഗാസ ഈ പ്രശ്നം വന്നപ്പോൾ നമ്മുടെ ഈ IMEC എന്ത് പറ്റി, ഇത് സ്ലോ ആയി. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഇനാക്റ്റീവ് സ്റ്റേറ്റിലാണ്. അതിനെക്കുറിച്ചാണ് ഈ ഒരു ആർട്ടിക്കിളിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഈ വാർ കാരണം IMECക്ക് ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ എന്ന് പറയുന്നത്. IMEC കണക്ട് ചെയ്യുന്ന കൺട്രീസ് ആണ് UAE, സൗദി അറേബ്യ, അതുപോലെ തന്നെ ഇസ്രായേൽ, ജോർദാൻ ഒക്കെ. ഈ ജോർദാനും ഇസ്രായേലും തമ്മിൽ ഈ ഒരു വാർ കാരണം കോൺഫ്ലിക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ UAE, സൗദി അറേബ്യ ഈ കൺട്രീസും ഈ പറയുന്ന യുദ്ധങ്ങൾ കാരണം ഇസ്രായേലുമായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ട്. അപ്പോൾ ഇവരാരും തന്നെ ഈ പറയുന്ന IMEC ആയിട്ട് ഒരു ചർച്ചയ്ക്കോ അല്ലെങ്കിൽ ഇതിനൊരു കണക്ഷനോ ഇപ്പോൾ മുതിരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കീ ഹിൻഡർ എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു ന്യൂസിൽ കവർ ചെയ്യുന്നത്. ദെൻ വീണ്ടും എൻവയോൺമെൻറ്റ് ആൻഡ് കൺസർവേഷനിൽ വരുന്ന മറ്റൊരു ന്യൂസാണ് ഫിഷ് കാറ്റ് പോപ്പുലേഷൻ. നമ്മുടെ ഏഷ്യാറ്റിക് ലയൺ പോലെ തന്നെ ഉള്ളൊരു കാറ്റ് സ്പീഷീസ് ആണ് ഫിഷിംഗ് കാറ്റ് എന്ന് പറയുന്നത്. ഫിഷിംഗ് കാറ്റ് നമ്മൾ ബിഗ് കാറ്റ്സിനെ അറിയും, അതായത് ടൈഗർ, ലയൺ, ലെപ്പാർഡ് ഇങ്ങനെയുള്ള ബിഗ് കാറ്റ്സിനൊക്കെ നമ്മൾ അറിയും. പക്ഷെ സ്മോൾ കാറ്റ് സ്പീഷീസിനെ നമ്മൾ അറിയുന്നത് വളരെ കുറവാണ്. അതിനകത്ത് വരുന്ന കുറച്ച് കാറ്റുകളാണ് കാരക്കൽ, അതുപോലെ തന്നെ റസ്റ്റി സ്പോട്ടഡ് കാറ്റ്, ഫിഷിംഗ് കാറ്റ് എന്നൊക്കെയുള്ളത്. അപ്പോൾ ഇന്ത്യയിലെ സുന്ദർബൻസ്, അതുപോലെ തന്നെ നമ്മുടെ വെറ്റ്ലാൻഡ് റീജിയൻസ് അല്ലെങ്കിൽ മാംഗ്രൂവ് റീജിയൻസിൽ കാണപ്പെടുന്ന ഒരു കാറ്റ് സ്പീഷീസ് ആണ് ഫിഷിംഗ് കാറ്റ് എന്ന് പറയുന്നത്. ഇത് ഒരു അപ്പെക്സ് പ്രിഡേറ്റർ ആണ്. അപ്പെക്സ് പ്രിഡേറ്റർ ആണ് നമ്മുടെ ഫിഷിംഗ് കാറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ഫുഡ് ചെയിൻ ഉണ്ടാവുമല്ലോ, ആ ഫുഡ് ചെയിനിലെ ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള സ്പീഷീസിനെയാണ് നമ്മൾ അപ്പെക്സ് പ്രിഡേറ്റർ എന്ന് പറയുന്നത്. ഈ അപ്പെക്സ് പ്രിഡേറ്ററിനെ ഭക്ഷണം കഴിക്കുന്ന ആരും തന്നെ ആ ഒരു ഫുഡ് ചെയിനിൽ ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള ഒരു ജീവി കൂടിയാണ് ഫിഷിംഗ് കാറ്റ് എന്ന് പറയുന്നത്. ഈ ഫിഷിംഗ് കാറ്റ് മെയിൻലി കാണപ്പെടുന്നത് എവിടെയാണെന്ന് പറഞ്ഞാൽ അത് വെറ്റ്ലാൻഡ്സ് ഇൻ ഇന്ത്യ, അതുപോലെ തന്നെ ചതുപ്പ് നിലങ്ങളിലും തണുപ്പ് കൂടിയ അല്ലെങ്കിൽ ഈർപ്പം കൂടിയ റീജിയൻസിലൊക്കെയാണ് ഇത് കാണപ്പെടുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഗ്രേയിഷ് ബ്രൗൺ തിങ്ക്ഡ് ആയിട്ടുള്ള സ്കിന്നാണ് ഇതിൻ്റെ വരുന്നത്. നമ്മുടെ നോർമൽ കാറ്റിനേക്കാളും ഇതിന് വലിപ്പം കൂടുതലായിരിക്കും. ഇതിൻ്റെ ഈ ഒരു ന്യൂസ് വരാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ പോപ്പുലേഷൻ കുറവായിരുന്നു. അതായത് IUCN എൻഡേഞ്ചേർഡ് കാറ്റഗറി ആയിരുന്നു ഈ പറയുന്ന ഫിഷിംഗ് കാറ്റ് എന്ന് പറയുന്നത്. ഈ അടുത്ത് നമ്മൾ ചിൽക്ക ലേക്കിലൊക്കെ നടന്ന സർവേ പ്രകാരം നമുക്ക് മനസ്സിലായി ഈ പറയുന്ന ഇതിൻ്റെ കൺസർവേഷൻ നല്ലതായത് കൊണ്ട് തന്നെ ഇത് എൻഡേഞ്ചേർഡ് ടു വൾണറബിളിലേക്ക് മാറ്റാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഫിഷിംഗ് കാറ്റിൻ്റെ ഒക്കെ പോപ്പുലേഷൻ കുറയുന്നത്? മെയിൻലി അബൌട്ട് ഇതിൻ്റെ ഹാബിറ്റാറ്റ് ലോസ്, അതുപോലെ തന്നെ പൗച്ചിങ് ഒക്കെയാണ്. ഫിഷിംഗ് കാറ്റിൻ്റെ കാര്യത്തിൽ പറയുന്നത് ലാർജ്ലി ഡ്യൂ ടു ഹാബിറ്റാറ്റ് ലോസ് ആണ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ആർട്ടിക്കിൾ എന്താണെന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ആർട്ടിക്കിൾ വരുന്നത് നോമിനേറ്റഡ് MLAs ഇൻ ജമ്മു ആൻഡ് കാശ്മീർ അസംബ്ലി. അതായത് നമ്മുടെ ജമ്മു കാശ്മീർ റീഓർഗനൈസേഷൻ ആക്ട് വന്നല്ലോ 2019 ജമ്മു കാശ്മീർ റീഓർഗനൈസേഷൻ ആക്ട് നമ്മൾ പാർലമെൻറ്റിൽ ഇനാക്ട് ചെയ്തു. റീഓർഗനൈസേഷൻ ആക്ട്. ഈ ആക്ട് പ്രകാരം നമ്മൾ എന്ത് ചെയ്തു? ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റിനെ ഡിവൈഡ് ചെയ്തിട്ട് JK, അതുപോലെ തന്നെ JK ജമ്മു, അതുപോലെ തന്നെ ലഡാക്ക് എന്ന് പറയുന്ന 2 UTs ആക്കിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. ഈ 2 UTs ആക്കുക മാത്രമല്ല ആർട്ടിക്കിൾ 370 നമ്മൾ എടുത്തു കളഞ്ഞു. അതുപോലെ തന്നെ ഈ ജമ്മു കാശ്മീർ റീഓർഗനൈസേഷൻ ആക്ടിൻ്റെ ഭാഗമായിട്ട് ഒരു മാറ്റം കൊണ്ടുവന്നു. അതായത് ഈ UTs ഒക്കെ ഗവർണർ അല്ലല്ലോ, അവിടെ ലെഫ്റ്റനന്റ് ഗവർണേഴ്സ് ആണ്. അപ്പോൾ ഈ ലെഫ്റ്റനന്റ് ഗവർണേഴ്സിന് 2 MLAമാരെ
അവരുടെ സ്റ്റേറ്റ് അസംബ്ലിയിലേക്ക് നോമിനേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മാറ്റം ഈ ഒരു ആക്ടിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നു. അതായത് 2 MLAസിനെ അവിടുത്തെ അസംബ്ലിയിലേക്ക് നമ്മുടെ ലഫ്റ്റനന്റ് ഗവർണർക്ക് നോമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത് 2023 വീണ്ടും അതിന് ഒന്ന് അമെൻമെൻറ്റ് നടത്തി. ഈ അമെൻമെൻറ്റ് പ്രകാരം 2 എന്നുള്ളത് 5 ആക്കി മാറ്റി. അതായത് 5 MLAമാരെ ഇപ്പോഴത്തെ കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണറിന് അവരുടെ അസംബ്ലിയിലേക്ക് നോമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഈ ഒരു കാര്യം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതായത് കാശ്മീർ ഹൈക്കോർട്ടിനോട് സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞു, അതായത് ലഫ്റ്റനന്റ് ഗവർണറിന് എന്ത് ചെയ്യാം, ഈ 5 പേരെ നോമിനേറ്റ് ചെയ്യാം. ഇതൊരിക്കലും ഔട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ അല്ല. നോമിനേഷൻസ് വെർ ഔട്ട്സൈഡ് ദ റെലം ഓഫ് ദ ബിസിനസ് ഓഫ് എലക്റ്റഡ് ഗവൺമെൻറ് ഓഫ് JNK. ഇത് JNKയിലെ എലക്റ്റഡ് ഗവൺമെൻറ്റുമായിട്ട് യാതൊരു തരത്തിലും ബാധിക്കുന്ന കാര്യമല്ല. ഇത് ഗവർണറിൻ്റെ പവറാണ്. ഗവർണറിന് 5 പേരെ ഇതിനകത്ത് നോമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ 5 പേരിൽ എങ്ങനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്? അതിനകത്ത് 2 പേര് 2 കാശ്മീരി മൈഗ്രൻസ് ആയിരിക്കണം, അതായത് വുമൻസ് ആയിരിക്കണം. ഒരാളെന്ന് പറയുന്നത് പാക് ഒക്യുപ്പൈഡ് കാശ്മീരിൽ നിന്നുള്ളൊരു കമ്മ്യൂണിറ്റി ആയിരിക്കണം. ഇതൊക്കെയാണ് ഈ പറയുന്ന നോമിനേഷനിൽ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആർട്ടിക്കിളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ആർട്ടിക്കിൾ വരുന്നത് ന്യൂ റൂൾസ് ഓൺ കെമിക്കലി കണ്ടാമിനേറ്റഡ് സൈറ്റ്സ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ ന്യൂസിൽ നമ്മൾ ബാറ്ററി വേസ്റ്റ് മാനേജ്മെൻറ്റ് ആക്ടിനെ കുറിച്ചും അതിനകത്ത് കൊണ്ടുവന്ന മാറ്റങ്ങളെക്കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ വരുന്ന ഒരു വേസ്റ്റ് മാനേജ്മെൻ്റ് ആണ് കെമിക്കലി കണ്ടാമിനേറ്റഡ് സൈറ്റ്സിനെ കുറിച്ച് വരുന്നത്. ഇതും എൻവയോൺമെൻറ്റ് പൊല്യൂഷൻ ആൻഡ് മാനേജ്മെൻറ്റിലാണ് വരുന്നത്. അപ്പോൾ ഈ ആർട്ടിക്കിൾസ് എന്താ പറയുന്നതെന്ന് നോക്കാം. നമ്മുടെ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട്. ഈ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ കീഴിലാണ് ഈ പറയുന്ന വേസ്റ്റ് മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ കണ്ടാമിനേറ്റഡ് സൈറ്റ്സ് കാര്യങ്ങളുടെയൊക്കെ മാനേജ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു ആക്ടിൻ്റെ കീഴിൽ നമ്മൾ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ മാനേജ്മെൻറ്റ് ഓഫ് കണ്ടാമിനേറ്റഡ് സൈറ്റ്സ് റൂൾ 2025 കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് കണ്ടാമിനേറ്റഡ് സൈറ്റ്സ് അക്കോർഡിംഗ് ടു സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ആർ ദോസ് where hazardous and other waste were dumped historically and which has most likely resulted in contamination of soil, ground and surface water that pose a risk to human health and environment. അതായത് നമ്മുടെ ഹ്യൂമൻ ഹെൽത്തിനും എൻവയോൺമെൻറ്റിനും ദോഷമാകുന്ന രീതിയിൽ കെമിക്കലായിട്ടുള്ള വേസ്റ്റുകൾ കുറേ നാളുകൾ കെട്ടിക്കിടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈറ്റിനെയാണ് നമ്മൾ കെമിക്കൽ കണ്ടാമിനേഷൻ സൈറ്റ്സ് എന്ന് പറയുന്നത്. ഈ ഒരു റൂൾസ് പ്രകാരം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത് കെമിക്കൽസ് എപ്പോഴും അല്ലെങ്കിൽ കെമിക്കൽ വേസ്റ്റ് എപ്പോഴും നമ്മൾ എന്താ ചെയ്യുക, മെയിൻലി ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഡംപ് ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഡംപ് ചെയ്യാറുണ്ട്, ലാൻഡ് ഫിൽസ് ചെയ്യാറുണ്ട്. ഇത് മിക്കവാറും എവിടെയായിരിക്കും, വേസ്റ്റ് സ്റ്റോറേജ്, അതായത് ഒരു വാട്ടർ സ്റ്റോറേജിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു ഫോറസ്റ്റ് ഏരിയാസിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ വരുന്ന സമയത്ത് ഇത് ലീച്ച് ചെയ്യാനും അടുത്തുള്ള വാട്ടർ റിസോഴ്സസിലേക്ക് എത്താനും വാട്ടർ പൊല്യൂഷൻ, അതുപോലെ തന്നെ എയർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷനും ഒക്കെ കാരണമാവുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ തടയണമെങ്കിൽ നമ്മൾ ഇതിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അപ്പം അത് മാനേജ് ചെയ്യാനായിട്ട് കുറച്ച് ഗൈഡ് ലൈൻസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇത് വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ത്, ഈ വേസ്റ്റിനെ മാനേജ് ചെയ്യുക എന്നും ഉള്ളത്. ദെൻ അതിന് വേണ്ടിയിട്ട് ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കുക, നമ്മളത് കളക്ട് ചെയ്യുക, പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇതിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും കൂടുതൽ പറയുന്നില്ല. ദെൻ അതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ വേസ്റ്റ് വഴിയിലോ അല്ലെങ്കിൽ ആളുകൾക്ക് ദോഷമാവുന്ന രീതിയിലോ ഇടുന്നുണ്ടെങ്കിൽ അതെന്താണ്, നമ്മുടെ ഭാരതീയ ന്യായ സംഹിത 2023 പ്രകാരം ആ ആൾക്ക് പണിഷബിൾ ഒഫൻസ് ആണ് എന്നാണ് പറയുന്നത്. ദെൻ ഇതിനകത്ത് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ന്യൂക്ലിയർ വേസ്റ്റിൻ്റെ ഒരു ഡംപിങ്ങിനെ കുറിച്ച് പറയുന്നില്ല. കാരണം ഇത് വരുന്നത് വേറെ അണ്ടറിലാണ്. റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലും അല്ലെങ്കിൽ കെമിക്കൽ വേസ്റ്റും എന്ന് പറയുന്നത് രണ്ടാണ്. ഇവിടെ മെയിൻലി കെമിക്കൽ മെറ്റീരിയൽസിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ നമ്മുടെ ലാസ്റ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്
നമ്മുടെ ഇലക്ഷൻ കമ്മീഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ന്യൂസാണ്. അപ്പം നമ്മൾ ഈ അടുത്ത് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന രണ്ട് കാര്യങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ റിലേറ്റഡ് ആണ്. ഒന്ന്, നമ്മുടെ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സുകൾ, അതായത് ESIയുടെ കുറച്ച് മിസ്റ്റേക്കുകളെ കുറിച്ച് വരുന്നുണ്ട്. ദെൻ പറയുന്നത് ബീഹാറിലെ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ, റിക്കറിങ് ആയിട്ടുള്ള ന്യൂസാണ്. അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിലേക്ക് നമ്മൾ പോകുന്നില്ല. നമ്മൾ മുൻപ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള മാറ്റർ തന്നെയാണ്. സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അനൗൺസ്മെൻറ്റ് ചെയ്തു. ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ഇപ്പോൾ നടക്കുന്നത് എവിടെയാണ്? ബീഹാറിലാണ്. ഇനി ഇതിൻ്റെ ഒരു പ്രശ്നം പറയുന്നത് എന്താ? ഇത് ഇനി ഓൾ ഇന്ത്യയിലേക്കും ഇവരത് കൊണ്ടുവരും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ SIRൻ്റെ പ്രശ്നം എന്തായിരുന്നു? SIR വന്ന സമയത്ത് നെയിംസ് ഓഫ് 65 lakh വോട്ടേഴ്സ് ഹാവ് ബീൻ ഡിലീറ്റഡ് ഇൻ ബീഹാർ റാഫ്റ്റ് വോട്ടർ ലിസ്റ്റ്. അവർ ഡ്രാഫ്റ്റ് ചെയ്ത വോട്ടർ ലിസ്റ്റ് വന്നപ്പോൾ അതിനകത്ത് ബീഹാറിലുള്ള ഒരു 65 lakh ആളുകൾ ഈ പറയുന്ന വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്തു പോയി. എന്തുകൊണ്ട് ഡിലീറ്റ് ചെയ്തു, അല്ലെങ്കിൽ ആൾ എന്തുകൊണ്ട് ഡിലീറ്റ് ആയി, അല്ലെങ്കിൽ അയാളുടെ പേര് എന്തുകൊണ്ടില്ല? മുൻപ് വോട്ടർ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആളുകളാണ്, ഇപ്പം ലിസ്റ്റിലില്ല. എന്തുകൊണ്ട് അവരുടെ പേരില്ല എന്നുള്ള കാര്യങ്ങൾ റീസൺ കൃത്യമായിട്ട് കൊടുത്തിട്ടില്ല. അപ്പം ഇങ്ങനെ ഒരു 65 ലക്ഷം ആളുകളെ ഈ ഒരു വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് മാറ്റി കഴിഞ്ഞാൽ എന്താ? ആ ഒരു അസംബ്ലിയിലെ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റിലെ ഇലക്ഷൻ്റെ റിസൾട്ടിനെ തന്നെ ഇതെന്ത് ചെയ്യും? മാറ്റം വരുത്തും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ട്രാൻസ്പാരൻസി എന്ന് പറയുന്ന ഈ ഒരു ഇത് മീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. അപ്പം എത്രമാത്രം ഇലക്ഷൻ കമ്മീഷൻ ട്രാൻസ്പാരൻ്റ് ആണ്, അല്ലെങ്കിൽ എത്ര കാര്യം സുതാര്യമാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പം അതിനെക്കുറിച്ചൊരു ഒപ്പീനിയനാണ് ഈ പറയുന്ന ഒരു ആർട്ടിക്കിളിൽ വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടും ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്യണം? ഫുൾ ലിസ്റ്റ് കൊടുക്കണം. ആ ലിസ്റ്റിൽ എന്ത് ചെയ്യണം? അതുപോലെ തന്നെ എന്തുകൊണ്ട് ഡിലീറ്റ് ആക്കി എന്നുള്ള റീസൺ കൂടി പറയണം എന്നാണ് ഇതിനകത്ത് പറയുന്നത്. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആർട്ടിക്കിൾ അല്ല. കാരണം നമുക്ക് ഇലക്ഷൻ കമ്മീഷൻ റിലേറ്റഡ് ന്യൂസുകൾ ഇനിയും വരുന്നുണ്ട്, മുൻ ദിവസങ്ങളിൽ വന്നിട്ടും ഉള്ളൊരു ന്യൂസാണ്. ഇപ്പം ഇതൊരു ഒപ്പീനിയനാണ് അവരുടെ. അതായത് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം എന്നാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് എന്തായിരുന്നു? നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ത്യയുടെ ലാംഗ്വേജ് പോളിസീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അതിനകത്ത് 3 ലാംഗ്വേജ് പോളിസിയാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം വന്നത്. ദെൻ തമിഴ്നാട് എടുത്തിരിക്കുന്നത് 2 ലാംഗ്വേജ് പോളിസിയാണ്. കർണാടക 3 ലാംഗ്വേജ് പോളിസിയിൽ നിന്ന് 2 ലാംഗ്വേജ് പോളിസിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യം പറഞ്ഞു. ദെൻ രണ്ടാമത്തെ ന്യൂസ് പറഞ്ഞത് നമ്മുടെ ഏഷ്യാറ്റിക് ലയണിനെ കുറിച്ചാണ്. ഏഷ്യാറ്റിക് ലയൺ കൺസർവേഷനെ കുറിച്ച് പറഞ്ഞു. അത് എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള സ്പീഷീസ് ആണ്. ഏഷ്യാറ്റിക് ലയൺ എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രം കാണപ്പെടുന്ന ഒരു കാറ്റ് സ്പീഷീസ് ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ കൺസർവേഷൻ. ദെൻ എന്തൊക്കെ കൺസർവേഷൻ പ്രോഗ്രാംസ് അതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ദെൻ പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് IMECനെ കുറിച്ചാണ്. ഇന്ത്യയുടെ എക്കണോമിക് കണക്റ്റീവ് കോറിഡോർ ബിറ്റ്വീൻ സൗദി അറേബ്യ, ഇന്ത്യ ആൻഡ് യൂറോപ്യൻ റീജിയനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ദെൻ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ഫിഷിംഗ് കാറ്റിനെ കുറിച്ച് പറഞ്ഞു. ഫിഷിംഗ് കാറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്പീഷീസ് ആണ്. അതെവിടെ കാണപ്പെടുന്നത്? സുന്ദർബൻസ് അതുപോലെ തന്നെ വെറ്റ്ലാൻഡ് റീജിയൻസിലാണ് കാണപ്പെടുന്നതെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു. ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ കെമിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റിനായിട്ടുള്ളൊരു റൂള് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു. ദെൻ അറ്റ് ദ ലാസ്റ്റ് ECI ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ട്രാൻസ്പാരൻസിനെ കുറിച്ചുള്ളൊരു ഒപ്പീനിയൻ വന്നു. അതെന്താണെന്ന് ജസ്റ്റ് നമ്മൾ പറയാനുണ്ടായിട്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ന്യൂസിൽ നമ്മൾ കവർ ചെയ്യുന്നത്. നോക്കുകയാണെങ്കിൽ ന്യൂസ് വളരെ കുറവുള്ള ഒരു ദിവസമാണെന്ന്. ചില ദിവസങ്ങളിൽ നല്ല ന്യൂസ് ആർട്ടിക്കിൾസ് ഉണ്ടാവും, ചില ദിവസങ്ങളിൽ ന്യൂസ് ആർട്ടിക്കിൾസ് കുറവായിരിക്കും. അപ്പം നമ്മൾ അന്നത്തെ ന്യൂസിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ചാണ് നമ്മൾ ടോപ്പിക്സ് സെലക്ട് ചെയ്യുന്നതും ആ ഒരു ടോപ്പിക്സുകളായിരിക്കും നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഐ ഹോപ്പ് എല്ലാവർക്കും ഈ ഒരു സെഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ കാണാം. ഓക്കെ, ബൈ.